ഗിരീഷ് ഏഡീസ് ബത്ലഹേം കുടുംബ യൂണിറ്റ് മൂവി തകർത്തു. അടിപൊളി പടം, ഫീൽ ഗുഡ്, ഫാമിലി എൻ്റർടൈനിങ് വൈബ് പടം. ഈ സിനിമ എങ്ങനെ പറയാം, നമുക്ക് തീർന്നു പോവല്ലേ എന്ന് തോന്നും, അല്ലെങ്കിൽ ഒന്നും കൂടെ പോയി കാണണം, അങ്ങനെ ഫീൽ ഉള്ളൊരു പടമാണ് ഇത്. എല്ലാവരും പോയി കാണണം, കാണേണ്ട പടമാണ്. കാരണം ഇത്രയും ഒരു എൻ്റർടൈനിങ് സാറ്റിസ്ഫൈങ് കണ്ട് തീർക്കുമ്പോൾ നമുക്ക് നല്ല രസമുണ്ട്, നമുക്കൊരു ചിരിച്ചുകൊണ്ട് ഒരു സന്തോഷത്തോടെ ഇറങ്ങാൻ പറ്റുന്നത്. അങ്ങനെ ഫീൽ ഗുഡായിട്ട് വല്ലപ്പോഴും ഇപ്പോൾ പടം വരുന്നുള്ളൂ. അതിപ്പം മലയാളത്തിലായാലും തമിഴിലായാലും മൊത്തത്തിൽ കുറവാണ്. അപ്പം അങ്ങനെയുള്ളടുത്ത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിവിൻ പോളിയുടെ സർവ്വമായ വന്നു, അത് ഹിറ്റായിരുന്നു. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു പടമാണ് ഇപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ്. പടം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 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 ലൊക്കാലിറ്റി, ഒരു നൈബർഹുഡ്, അങ്ങനത്തെ ഒരു സ്ഥലത്തുനിന്ന് നിവിൻ പോളിയുടെ ഒരു ക്യാരക്ടർ. പുള്ളി ഒരു കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന വ്യക്തി. പുള്ളി ഇങ്ങനെ കെട്ടാതെ ഒരു 30-35 റേഞ്ചിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുള്ളിയുടെ ആ നൈബറായിട്ട് മമത വരുന്നു. ജസ്റ്റിനായിട്ടാണ് നിവിൻ പോളി ഉള്ളത്. മമത വേറൊരു ക്യാരക്ടറിൽ വരുന്നു. പിന്നെ അവരുടെ ഒരു കെമിസ്ട്രി അങ്ങനെ കുറേ പോകുന്നു. സോ ഗുഡ്, സോ ഫീൽ ഗുഡ് പടം. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് ഇഷ്ടപ്പെടും. സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഓരോ ഒരു ഐഡന്റിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് എല്ലാവരുടെ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നിൽക്കും. സുരേഷ് കൃഷ്ണയുടെ ക്യാരക്ടർ, നമ്മുടെ നിവിൻ പോളിക്ക് ഒരു ഗ്യാങ് ഉണ്ട്, അതിലൊരു മൂത്താപ്പയാണ് സുരേഷ് കൃഷ്ണ. പുള്ളിയുടെ കോമഡി നമ്മൾ ട്രെയിലറൊക്കെ കണ്ടില്ല, ആ ഒരു സംഭവം. നിവിൻ പോളിയുടെ അനിയനായിട്ട് സംഗീത് പ്രതാപ് വരുന്നുണ്ട്, പുള്ളിയുടെ ക്യാരക്ടർ അടിപൊളിയാണ്. ഒരു ഷോർട്ട് ഫിലിം മേക്കറാണ്. അപ്പം നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ്, നമ്മുടെ നൈബർഹുഡ്, നമ്മുടെ കസിൻസ്, നമ്മുടെ ഫാമിലിയിലുള്ള അമ്മ, അങ്ങനത്തെ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് കണക്റ്റ് ആവും. ഇപ്പോൾ കപ്പിൾസായിട്ട് പോയി കണ്ട കപ്പിൾസിന് കപ്പിളായിട്ടുള്ള ഇഷ്ടപ്പെടും, സിംഗിളായിട്ടുള്ളവർക്ക് സിംഗിളായിട്ട്, അത് എല്ലാവർക്കും ഫാമിലിയായിട്ട് പോയാൽ കണക്റ്റ് ആവും. എല്ലാ സ്ഥലത്തും ഇമോഷൻ പക്കയായിട്ട് കണക്റ്റ് ആവുന്ന സാധനമാണ്. ഒരിടത്തും വലിച്ചു നീട്ടലില്ല. ഓരോ സീൻസും ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. എന്തൊക്കെ വേണ്ട ഒരു സിനിമയിൽ, എന്തൊക്കെ സീൻസ് ആവശ്യമില്ല എന്ന് എടുക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അനാവശ്യ ഷോട്ട്സും അനാവശ്യ സീൻസും ഒന്നുമില്ല. പിന്നെ ഒരു അടിപൊളി ക്യാരക്ടറാണ് ശ്യാമിൻ്റെത്, അത് തകർത്ത് ലാസ്റ്റ് പുള്ളി. അപ്പം ഈ ഇത്രയും ക്യാരക്ടേഴ്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്തെടുത്ത് പറയാം. മീനാക്ഷിയുടെ ക്യാരക്ടർ, കുറേ ക്യാരക്ടേഴ്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചൂരൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റയിലുള്ള ഒരു പുള്ളിയുടെ പേര് എനിക്കറിയില്ല, പുള്ളിയുടെ ക്യാരക്ടർ, എല്ലാ ക്യാരക്ടറും നമുക്ക് നോട്ടബിളാണ്. അത്രയും എല്ലാവർക്കും സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, എല്ലാവരുടെയും സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നിവിൻ പോളിയുടെ ഒരു സ്ട്രോങ് ഏരിയ ആണ്. നിവിൻ പോളി റൊമാൻസ് ഈ ഒരു ഫീൽ ഗുഡ് പടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മേളിലൊന്നുമില്ല, ആ ലെവൽ സാധനമാണ്. ഇതിൽ നിവിൻ പോളിയുടെ ആക്ടിങ് അറിയാമല്ലോ, പുള്ളിയുടെ സ്ട്രോങ് സോൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും പുള്ളി തകർത്തിട്ടുണ്ട്. പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻസ്, ഓരോ ഇമോഷൻസ്, എവറിത്തിങ്. പിന്നെ മമതയുടെ എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫ് ഫുൾ ഈ സിനിമയിൽ കൊണ്ടുപോയിരിക്കുന്ന മമതയുടെ അഭിനയം വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടിങ്. ഇതിൽ നമുക്ക് ചില കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഇറങ്ങില്ലേ വിശുദ്ധാത്, അതിലുള്ള ചില സാധനങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അതിലും ഒരു ഏജ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്, ഇതിലൊരു ഏജ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്, ആ ഒരു സംഭവം. പക്ഷേ എൻ്റെ ഡിഫറൻ്റ് ആണ്. കാരണം നിവിൻ അതൊരു വേറൊരു വൈബ്, ഇത് വേറെ വൈബ്. ഇത് പടം മറ്റേത് ഓക്കെ ഒരു സംഭവം അതിവിടെ. പിന്നെ ഈ സിനിമയിൽ മ്യൂസിക് വിഷ്ണു വിജയ് അടിപൊളി സാധനം, ആവശ്യമുള്ളിടത്തൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. കുഞ്ഞു 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 മൊമെന്റ്സ് ഒരുപാട്. ഇത് നിവിൻ പോളിയുടെ ലൈഫാണ്, മമതയുടെ ലൈഫ് തന്നെയാണ് മെയിനായിട്ട് പ്രിഫറൻസ് എങ്കിലും ഒരുപാട് പേരുടെ കാണിക്കുന്നുണ്ട്. ചുറ്റും നടക്കുന്ന ആൾക്കാരുടെ ലൈഫ്, അവരുടെ എൻ്റർടൈൻമെൻറ്റ്, അവരുടെ ഒരു കൂട്ടായ്മ, ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈബർഹുഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമുക്ക് ഫുൾ എൻജോയ് ചെയ്യാൻ പറ്റി. ഫാമിലിയായിട്ടിരുന്ന് കാണാനും എല്ലാവർക്കും സന്തോഷത്തോടെ കാണാനും പറ്റിയൊരു പടം. ഈ പടം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2.25 മണിക്കൂറോളം ഉണ്ട്. പക്ഷേ നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്കിത് കണ്ടു കഴിയുമ്പോഴും സിനിമ അയ്യോ തീർന്നല്ലോ, തീരണ്ടായിരുന്നു, കുറച്ചുകൂടെയൊക്കെ കാണാം, ആ ഒരു വൈബ് കിട്ടും. ഇതല്ലേ അങ്ങനെ വേറെ വലിയ വെടിയും പോയി അങ്ങനെയൊന്നുമില്ല. കുഞ്ഞു 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 സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറേ പേര് ഈ സിനിമയിലുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെച്ച് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്ത് എല്ലാവരും പോയി കാണേണ്ട ഒരു പടമാണ് ഈ പടം. ഇതിൽ എന്തൊക്കെ പറയാനും ഓൾ താങ്ക്സ് ടു പുള്ളി ഗിരീഷ് ഏടി. പുള്ളിക്ക് അറിയാം ഇപ്പോഴും ആർക്ക് എങ്ങനെ കൊടുക്കണം, ആ ഒരു പൾസ് അറിയാം, അത് വെച്ച് പുള്ളി കൊടുത്തു. ഒരു സിമ്പിൾ ഒരു നൈബർഹുഡിൽ നടക്കുന്ന കാര്യം അതിനെ പുള്ളി എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് ഇഷ്ടപ്പെടുത്താം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക, കണ്ടവരെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കാണാത്തവർ പോയി കാണുക. ഓക്കെ.